പെൺകുട്ടികളായ ആളുകൾക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അതിക്രമത്തിൽ പോലീസിൻ്റെ നിഷ്ക്രിയത്വം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കലിന് ആവശ്യമായ സമയം അവർക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടിടത്തും പ്രതികൾ ജനപ്രതിനിധികളായ ആളുകളായിരുന്നു. പാലക്കാട് ജില്ലയിലെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള രണ്ടാമത്തെ വിഷയമാണിത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസിൻ്റെ കൗൺസിലറായിട്ടുള്ള പ്രശോഭ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുൻ ഭാരവാഹി ഇത്തരത്തിലൊരു ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് വരെ നേരിട്ട് പരാതി നൽകിയിട്ട് പോലും ഏതാണ്ട് 2 മാസങ്ങൾക്ക് ശേഷം 60 ദിവസത്തിന് ശേഷം ഹൈക്കോടതി പോലും അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം തള്ളിയതിന് ശേഷമാണ് പോലീസിന് മുന്നിൽ പ്രതി കീഴടങ്ങിയത്. സമാനമായ സംഭവമാണ് ശ്രീകൃഷ്ണപുരത്ത് ഉണ്ടായിട്ടുള്ളത്. CPMൻ്റെ നേതാവ് എന്നതിലുപരി അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്, ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ്. ഇത്തരത്തിൽ സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിൽ പെൺകുട്ടികളായ ആളുകൾക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അതിക്രമത്തിൽ പോലീസിൻ്റെ നിഷ്ക്രിയത്വം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം പാലക്കാട് ജില്ലയ്ക്കകത്ത് സമാനമായ രീതിയിലുള്ള 2 സംഭവങ്ങളുണ്ടായിട്ടും 2 സംഭവങ്ങളിലും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കലിന് ആവശ്യമായ സമയം അവർക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടിടത്തും പ്രതികൾ ജനപ്രതിനിധികളായ ആളുകളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലരാകുന്ന ആളുകൾ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ അടുപ്പിച്ചടുപ്പിച്ച രീതിയിൽ 2 സ്ത്രീപീഡന വിഷയമുണ്ടായിട്ടും അതിൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള നിസ്സംഗത വളരെ കാര്യക്ഷമമായ രീതിയിൽ അന്വേഷിക്കേണ്ട കേസാണ് ഇത്തരത്തിൽ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തോടും ഇവിടുത്തെ മുഴുവൻ പോലീസ് സേനയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഈ പോലീസ് സേനയ്ക്കകത്തു നിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തോടും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അല്ല, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ 2 അവസരത്തിലും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം, തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യം എല്ലാം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ അമ്മ പെങ്ങന്മാർക്ക്, സഹോദരിമാർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പോലീസ് ഇരകളോടൊപ്പം നിൽക്കണം, സ്ത്രീകൾക്ക് നീതി ലഭിക്കണം. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉടനടി പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതും ഇല്ലാത്ത രീതിയിൽ പോലീസ് കാര്യക്ഷമമായ ഉന്നതതല അന്വേഷണം ഇതിൽ നടക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ആവശ്യപ്പെടാനുള്ളത്.